ലൈഫിന്റെ മീനിങ് എന്താണ്? ഒരു ഹോപ്പ് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ ഓവർ ആവരുത്. ഉണ്ട്, കുറെ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഏതാ പറ്റാ എടുത്തോ. ജോലിയിലൊരു പാർട്ട്ണർ കിട്ടണം. ഡൗൺസ് നമ്മളിങ്ങനെ ഫേസ് ചെയ്യണോ ജീവിതത്തിൽ? എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് പോകാം. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? അശ്വതി. അശ്വതി അല്ലേ? അപ്പോൾ അശ്വതിന്റെ ലൈഫിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ലൈഫിന്റെ മീനിങ് എന്താണ്? ലൈഫിന്റെ മീനിങ് ഹോപ്പ്. ഹോപ്പാണ്. നാളെ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്താണ് ഏറ്റവും കൂടുതൽ ഹോപ്പ് എന്നൊരു സംഭവം എന്താണ് ലൈഫിൽ? ഹാപ്പി ലൈഫ്. ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് ആതിര. ആതിര അല്ലേ? അപ്പോൾ ആതിരൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലൈഫിന്റെ അർത്ഥം എന്താണ്? ലൈഫിന്റെ അർത്ഥം ആക്ച്വലി പ്രതീക്ഷ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇപ്പൊ പറയുമ്പോ എല്ലാവരും ഹോപ്പിന്റെ ഓർത്തല്ലേ അല്ലേ? നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഹോപ്പ് വെക്കാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ ഒരു ഹോപ്പ് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ ഓവർ ആവരുത്. ഒരു ലിമിറ്റ് വേണം, അമിതമാവരുത്. അതെ. ബ്രോ, ഹായ്, പേരെന്തായിരുന്നു? സന്തോഷം അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ അർത്ഥം എന്താണ്? ലൈഫ് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. ലൈഫ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷയാണ്. നാളെ നമുക്ക് ഓരോ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രോ, ഹലോ, പേരെന്തായിരുന്നു? ശരത്ത് അല്ലേ? അപ്പോൾ ശരത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈഫ് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്, നന്നായിട്ട് പോകണം, നല്ലൊരു ജീവിതമാണ്, പിന്നെ നല്ലൊരു ജോലി, നല്ലൊരു ലൈഫിലൊരു പാർട്ട്ണർ കിട്ടണം, പിന്നെ അത് നല്ലതുപോലെ കൊണ്ടുപോകണം. ഇതൊക്കെയാണ്. ഹലോ, പേരെന്തായിരുന്നു? അരുൺ കുമാർ എന്നുള്ള. അപ്പോൾ അരുണിന്റെ ഒരു കാഴ്ചപ്പാടിൽ ലൈഫിന്റെ ഒരു മീനിങ് എന്താണ്? ലൈഫ് ഒരു അപ്സ് ആൻഡ് ഡൗൺസും നമ്മളിങ്ങനെ ഫേസ് ചെയ്യണോ ജീവിതത്തിൽ? എന്തിനോ നേടാൻ വേണ്ടിയിട്ടും, ഒരു സന്തോഷമാവാനാവട്ടെ, സാഡ് ആയിക്കോട്ടെ, ഏതൊന്നായിക്കോട്ടെ, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ആവാം. ഇപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണു, അതാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയണത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് രവീന്ദ്രൻ. അപ്പോൾ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലൈഫ് കൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് പോകണം, നമ്മുടേതായിട്ടുള്ളൊരു ലെഗസി ഇവിടെ വെച്ചിട്ട് പോകണം. ഓക്കെ എന്നുള്ളതാണ് എൻ്റെ ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി. അതായത് നമ്മൾ ഓർക്കുന്ന വിധത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതായത് ക്രിമിനലായിട്ടല്ല, അതെ, നല്ല ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോകണം. കുറച്ചു കാലേ ഓർക്കാറുള്ളൂ എല്ലാവരും, എന്നാലും എന്തെങ്കിലും നല്ലൊരു ഓർമ്മ ബാക്കി വെച്ചിട്ട് വേണം പോകാൻ. നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് കാർത്തിക്. അപ്പൊ ചേട്ടനൊരു കാഴ്ചപ്പാടില്ലേ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈഫിന്റെ അർത്ഥമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നല്ല ക്വസ്റ്റ്യനാണ്. ലൈഫിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയാ, ഡിക്ഷണറിയിൽ ഉണ്ട്, കുറെ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഏതാ പറ്റാ എടുത്തോ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഏതാണ് അർത്ഥം? ഇതിലുള്ളത് തന്നെയാണ് അർത്ഥം.